നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ പേര് ആൺകുട്ടിയായ പെൺകുട്ടി. ഇളാവൃതം എന്ന പുരാണ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സൂര്യപുത്രനായ വൈവസ്വത മനുവും ഭാര്യ ശ്രദ്ധാദേവിയും കൂടി സന്തതികൾ ഉണ്ടാവാനായി വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം നാനാതരം യാഗയജ്ഞാദികൾ നടത്തി. പുത്രനുണ്ടാകാൻ വേണ്ടിയാണ് മനു മഹാരാജാവ് യാഗം നടത്തിയത്. എന്നാൽ പുത്രിക്ക് വേണ്ടി വ്രതമെടുത്തിരുന്ന ശ്രദ്ധാദേവി കാര്യസിദ്ധിക്കുള്ള ഹവിസ് ഉണ്ടാക്കുന്നതിന് തൊട്ടു മുൻപ് യജ്ഞം നടത്തുന്ന ഹോതാവിനെ തന്റെ ആഗ്രഹം അറിയിച്ചു. അതിൻ പ്രകാരം പുത്രനു പകരം പുത്രിയാണ് ജനിച്ചത്. അവൾക്ക് ഇള എന്ന പേരും നൽകി. എന്നാൽ ആൺകുട്ടിക്ക് വേണ്ടി യാഗം നടത്തിയിട്ട് പെൺകുട്ടിയാണല്ലോ കിട്ടിയതെന്ന് മനു വസിഷ്ഠനോട് പരാതിപ്പെട്ടു. വസിഷ്ഠ മഹർഷിക്ക് സംഗതി മനസ്സിലായി. കുഴപ്പം കൂടാതെ കഴിയാൻ മുനി കൈലാസനാഥനെ സ്മരിച്ചുകൊണ്ട് തൻ്റെ തപശക്തിയാൽ ഇള എന്ന പെൺകുട്ടിയെ ആൺകുട്ടിയായി തീർത്തു. അങ്ങനെ ഇള സുദ്യുപ്നൻ എന്ന പേരിൽ ആൺകുട്ടിയായി വളർന്നു. വിദ്യയിലും വീരത്വത്തിലും വിദഗ്ധനായി വളർന്നു വന്ന സുദ്യുപ്നനെ രാജാവാക്കി വാഴിച്ച ശേഷം മനുവും പത്നിയും സന്യാസം സ്വീകരിച്ച് കാട്ടിലേക്ക് തപസ്സിന് പോയി. ഒരിക്കൽ യുവാവായ സുദ്യുപ്നനും ഏതാനും അനുചരന്മാരുമായി നായാട്ടിനായി കൈലാസത്തിനടുത്തുള്ള കുമാരവനത്തിൽ എത്തിച്ചേർന്നു. എന്തൊരത്ഭുതം! പെട്ടെന്നതാ സുദ്യുപ്നൻ സമുചിതമായ വേഷഭൂഷാദികളോടുകൂടിയ ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി. അദ്ദേഹം കൈകൊണ്ട് സ്വന്തം ദേഹം തപ്പി നോക്കി. അതേ, യൗവനയുക്തയായ പെണ്ണായി മാറിയിരിക്കുന്നു. അനുചരന്മാരും സ്ത്രീകളായി മാറിയിരിക്കുന്നു. അവർ അന്യോന്യം നോക്കി അമ്പരന്നുപോയി. എന്താണത്? അവർ അന്വേഷിച്ചു കണ്ടെത്തി. ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ വിജനമായ കുമാരവനത്തിൽ പ്രേമസല്ലാപത്തിലായിരുന്നു. ആ സമയം ആരും കടന്നു ചെല്ലാത്ത ആ വനത്തിൽ കുറച്ച് മഹർഷിമാർ വഴിതെറ്റി വരികയുണ്ടായി. മഹർഷിമാരെ കണ്ട് ലജ്ജയും കോപവും വന്ന പാർവതീദേവി ആരെങ്കിലും മേലിൽ ഈ കുമാരവനത്തിൽ പ്രവേശിച്ചാൽ സ്ത്രീയാകട്ടെ എന്ന് ശപിച്ചിരുന്നു. ഈ ശാപവർത്തമാനം അറിയാതെയാണ് സുദ്യുപ്നനും അനുചരന്മാരും അവിടെ എത്തിയത്. അങ്ങനെ സുദ്യുപ്നൻ വീണ്ടും അതിസുന്ദരിയായ ഇളയായി മാറി. ലജ്ജയും നാണവും തോന്നിയ അവർ തിരികെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇള മടങ്ങി നാട്ടിലേക്ക് പുറപ്പെട്ട് കുറേ ദൂരം കടന്നപ്പോൾ ബുധൻ എന്ന യുവസുന്ദരൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേക അടുപ്പം തോന്നിയ അവർ തമ്മിൽ വിവാഹിതരാവുകയും കാലക്രമത്തിൽ പുരുരുവസ് എന്ന ധീരനായ മകൻ ജനിക്കുകയും ചെയ്തു. എന്നാൽ നായാട്ടിനു പോയ സുദ്യുപ്നൻ രാജകുമാരൻ വീണ്ടും സ്ത്രീയായി മാറിയതറിഞ്ഞ കുലഗുരുവിന് വലിയ മനക്ലേശം തോന്നി. കൂടാതെ കൊട്ടാരത്തിലെത്തിയ ഇള വീണ്ടും പഴയതുപോലെ ഒരു പുരുഷനായി ജീവിക്കാൻ കൊതിച്ചു. വസിഷ്ഠനോട് തൻ്റെ മോഹം അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും തപസ്സനുഷ്ഠിച്ച് ഇളയ്ക്ക് പുരുഷരൂപം കൊടുക്കണമേ എന്ന് പരമശിവനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പരമശിവൻ ഇളയോട് കരുണ കാട്ടി. ദേവീശാപം വിഫലമാകാതിരിക്കാൻ വേണ്ടി ഓരോ മാസം ഇടവിട്ട് ആണും പെണ്ണുമായി മാറാൻ അനുഗ്രഹിച്ചു. ആ വിചിത്രമായ വരം ലഭിച്ച ഇള പുരുഷനാകുന്ന മാസം രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനാവുകയും സ്ത്രീയാകുമ്പോൾ അന്തഃപുരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൂടുകയും ചെയ്തു. പ്രായമായപ്പോൾ സുദ്യുപ്നൻ കാട്ടിൽ പോയി തപസ് ചെയ്ത് സായുജ്യം നേടി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക.